അലസത വളരെ സാവധാനത്തിലാണ് സഞ്ചരിക്കുന്നത്. ഒരു ദിവസം ദാരിദ്ര്യം അലസതയെ മറികടക്കുക തന്നെ ചെയ്യും. ആരോടും അമിതമായ സ്നേഹമോ വാത്സല്യമോ കരുണയോ കാണിക്കരുത്. കാരണം സൗജന്യമായി ലഭിക്കുന്നത് എന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യൻ്റെ പ്രവണതയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയെ കീഴടക്കിയാൽ നിങ്ങളുടെ എല്ലാ അന്ധകാരങ്ങളും വെളിച്ചമായി മാറും. സത്യസന്ധമായ വാക്കുകൾ ഒരിക്കലും മനോഹരമായിരിക്കില്ല. മനോഹരമായ വാക്കുകൾ സത്യവുമല്ല. നിങ്ങൾ വളരെക്കാലം തനിച്ചാണെങ്കിൽ നിങ്ങൾ ഏകാന്തതയെ അംഗീകരിക്കും. ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു എങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഒരു പരിധിയിൽ കൂടുതൽ വേദന അനുഭവിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വയം നിശബ്ദനാകുന്നു. പിന്നെ അയാൾക്ക് ആരോടും പരാതിയോ പരിഭവങ്ങളോ പ്രതീക്ഷകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പാതി ജീവൻ നഷ്ടമായ അവസ്ഥയിലായിരിക്കും അയാൾ. സങ്കടങ്ങൾ തിരമാലകൾ പോലെയാണ്, അലയടിച്ചു കൊണ്ടേയിരിക്കും. കടലിനെ ജീവിതത്തോട് ഉപമിക്കാവുന്നതാണ്. കടലിലെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതുപോലെയാണ് മനുഷ്യജീവിതവും. അതിലെ സങ്കടവും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെയും മനസ്സിലുണ്ടെന്നാണ്. ജീവിതത്തിലെ പകുതി ദുഃഖങ്ങൾ തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നതിലൂടെയും പകുതി ദുഃഖങ്ങൾ നല്ല ആളുകളെ സംശയിക്കുന്നതിലൂടെയും ഉണ്ടാകുന്നു. എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല. നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിച്ചത് അവിടെയാണ് അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് 2 ഘട്ടങ്ങളിൽ മാത്രമാണ്. ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ. എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ, പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക. നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട് എന്ന് മറക്കാതിരിക്കുക. മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത്. സ്നേഹിച്ചു പിരിഞ്ഞവർക്ക് ഒരിക്കലും നല്ല സുഹൃത്തുക്കളാകാൻ കഴിയില്ല. കാരണം അവർ പരസ്പരം വേദനിപ്പിച്ചവരാണ്. അവർക്ക് ശത്രുക്കളാവാനും കഴിയില്ല. കാരണം അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. ജീവിതമെന്നാൽ ഒരു തുറന്ന പുസ്തകമാണ്. വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെ ആയിരിക്കും ആ പുസ്തകത്തിൻ്റെ സാരാംശം. നിങ്ങൾ ദുഃഖങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖിക്കപ്പെടും. ജീവിത പാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരുന്നതാണ്. പൂവിൽ തേൻ ഉണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാവണമെന്നില്ല. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കും. എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ വിവേകത്തോടെ ആഘോഷമാക്കി മാറ്റുക. നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ വിലയുള്ളതാകും വരെ മിണ്ടാതിരിക്കാൻ ശീലിക്കുക. അർത്ഥമില്ലാത്ത വാക്കുകളേക്കാൾ നല്ലത് നിശബ്ദതയാണ്. ഒരു ചെറിയ കാര്യത്തെ ഒരുപാട് വാക്കുകളിൽ പറയരുത്. എന്നാൽ വലിയ കാര്യത്തെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പഠിക്കണം. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചെന്നു വരാം. പക്ഷേ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ തോറ്റുപോകും. അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല. അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമേൽ കൈത്താങ്ങാവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാവും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ
ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. ഒന്നുകിൽ പട്ടം പോലെ ഉയർന്ന് പറക്കുക, അല്ലെങ്കിൽ തുലാസ് പോലെ താഴ്ന്നു കൊടുക്കുക. രണ്ടും ജീവിതത്തിന് മൂല്യം നൽകും. സ്വയം വില കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഉപാധി മൗനമാണ്. അതാവുമ്പോൾ ആർക്കും പരാതിയോ പരിഭവമോ ഉണ്ടാവില്ല. മൗനമാണ് കുത്തി നോവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി.